നൂറ്റാണ്ടുകൾ കൊണ്ട് വെള്ളം വന്ന് ചാടി ചാടി പാറത്ത് ഉരല പോലെ പൊട്ടാതാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളം വരുന്നത്. 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽക്കൂടിയല്ല അധികം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള പോലെ പാടം പൊട്ടിക്കൂടിയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ കൊണ്ടുവന്നില്ല. അതിന് ഉദാഹരണം മാത്രമാണ് ആ താഴ്ഭാഗത്ത് എൻ്റെ അടുത്തുനിന്ന് വട്ടത്തുള്ള പാറ വരുന്നുണ്ടോ. പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ ആദ്യം വെള്ളം ഒഴുകുന്നത്. പാറയുടെ പൊട്ടിക്കൂടെ പോയിട്ട് പല പല ഭാഗത്തായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചുപോകുമ്പോൾ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയിക്കുന്നു. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാരോടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളച്ചാട്ടം കേരളം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ പുഴയെല്ലാം കടന്ന് നാട്ടിൽക്കൂടെ കയറി താങ്ങിക്കുന്ന മത്സ്യക്കുറിച്ച് 26 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗമാണ്. അങ്ങനെയാണ് കക്കയോ ഇരക്കുഴി വെള്ളച്ചാട്ടം പുറമോ അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് കരിയാത്തമ്പാറ തോണിക്കടവെന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹത്തിൽ ഒരു കാര്യം എത്തണമെങ്കിൽ കരിയാത്തമ്പാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയിൽ ടയറുകൾ പോയിട്ട് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്തെത്താനൊക്കെയുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടൊക്കെ പതിക്കുന്ന കാണിക്കുന്നത്. അതാണ് വേറെ പ്രത്യേകത. പാറയുടെ പൊട്ടുകരയിലാണ് വെള്ളം വന്നത്. ഈ തൂക്കുപാലം ഉണ്ടാക്കിയാൽ പാർക്കൊക്കെ നമുക്ക് യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി തൂക്കുപാലം ഉണ്ടാക്കിയത്. പക്ഷെ പൊളിഞ്ഞു പോകാൻ കാരണം 2015 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നുകൊണ്ടപ്പോൾ അണക്കെട്ട് തുറന്നു. ആ അണക്കെട്ടിൻ്റെ വെള്ളം കാട്ടിലെ വെള്ളം കൂടി പാലം മൂടി മരത്തിൻ്റെ മുക്കാൽ ഭാഗം ഇവരുടെ 3 ദിവസം അഗാധമായ വെള്ളത്തിലായിരുന്നു. പിന്നെയാണ് കമ്പിവേലി വെച്ചത്. വേറെ പ്രത്യേകമാണ് ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാല പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായു, കടുപ്പൊരു തള്ളിക്കുന്ന പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോക്കിൻ്റെ സെൻ്ററാണ്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 500 മാത്രമേ നിർത്തുള്ളൂ. 18 കിലോമീറ്റർ അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാറത്തറ, ബാണാസുരക്കാട്. പടിഞ്ഞാറത്തറയിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ കക്ക അണക്കെട്ടിൽ വരും. കക്ക അണക്കെട്ടിൽ നിന്ന് തുറന്നു വിട്ടാൽ